ശബരിമലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണ കവചം പുനഃസ്ഥാപിക്കുന്ന ജോലികൾ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ഭാഗത്തെ സ്വർണ്ണ കവചം അതും ഇളക്കിയല്ലേ കണ്ണ? എന്താ പറ്റി, വീണ്ടും ഇളക്കിയല്ലോ? അത് വീണ്ടും സ്ഥാപിക്കുന്ന ഒരു ചടങ്ങുകളിലേക്കാണ് പോകുന്നത്. ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആ വിഗ്രഹത്തിൽ, ആ ദ്വാരപാലക ശില്പത്തിൽ പാളികൾ സ്ഥാപിക്കുന്ന ഇത് ഈ കിരീടം വരുന്ന ഭാഗം, ഈ ആ കിരീടത്തിന്റെ ഭാഗം അതിനകത്ത് ആ ശില്പത്തിന്റെ തലയുടെ ഭാഗത്തുള്ള ആ കല്ലിൽ കൃത്യമായി പതിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ അത് അകത്തേക്ക് ഒരു ചുറ്റിക ഉപയോഗിച്ച് അത് കൃത്യമായി അകത്തേക്ക് തള്ളി കയറ്റി വെക്കുന്ന ഒരു പ്രക്രിയയാണ്. കാര്യം അതായത് അവസാനിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കുള്ള ഒരു മിനുക്കുപണികൾ നമ്മൾ സാധാരണ പറയാറില്ലേ, അതിൻ്റെ ഒരു അത് കൃത്യമായി സീറ്റിംഗ് എന്ന് പറയുന്ന പോലെ അത് കൃത്യമായി ഉറപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഈ സ്ക്രൂ ഉപയോഗിച്ച് അത് മുക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണ പാളികൾ സ്ഥാപിക്കുന്ന ചടങ്ങുകൾ പൂർത്തീകരിക്കും. ഏതാണ്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. 1 മണിക്കൂറിനോളം അടുക്കുന്നു ഈ ചടങ്ങുകൾ ആരംഭിച്ചിട്ട്. 4 മണിക്ക് ആരംഭിക്കും എന്ന് പറഞ്ഞാണ്. പക്ഷേ 4 മണിക്ക് ആരംഭിക്കാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം കൃത്യമായിട്ടുള്ള കൾ വേണം. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, എന്തൊക്കെയാണ് അതിൽ എന്നുള്ളത് രേഖപ്പെടുത്തി അതിനുശേഷം മാത്രമാണ് ഇവിടേക്ക് കൊണ്ടുവന്ന സോപാനത്ത് അയ്യൻ്റെ മുന്നിലേക്ക് ആ ദ്വാരപാലക ശില്പങ്ങൾക്ക് സമീപത്തേക്ക് എത്തിച്ചത്. അതിനുശേഷമാണ് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ അത് ഒന്നുകൂടി ബലപ്പെടുത്തി ഉറപ്പിക്കുകയാണ്. കാര്യം ഈ നെയ്യഭിഷേകത്തിന് ശേഷം ആ അഭിഷേകം ചെയ്യുന്ന നെയ്യുടെ പ്രസാദവും വഹിക്കുന്ന പാത്രങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് കൊടുക്കുന്ന ഈ 2 ദ്വാരപാലക ശില്പങ്ങളുടെ സമീപത്ത് നിൽക്കുന്ന ജീവനക്കാരിലൂടെയാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ ഒക്കെ ഒരു തട്ടിയോ അല്ലെങ്കിൽ പാത്രങ്ങൾ കൊണ്ടോ ഒക്കെ തന്നെ ചിലപ്പോൾ ഈ ശില്പത്തിൻ്റെ പാളികൾ പുറത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കൃത്യമായി ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ്, അതിനുവേണ്ടിയുള്ള ജോലികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രമകരമായ ദൗത്യം തന്നെയാണ്. കുറേ നേരമായി ഞാനിവിടെ നിന്ന് നേരിട്ട് കാണുകയാണ്. അത് വലിയ ശ്രമകരമായിട്ടുള്ള ദൗത്യം തന്നെയാണ്. അത് കാരണവശാലും ഒരു പിഴവ് പോലും, 1% അല്ലെങ്കിൽ 0.1% പോലും പിഴവ് ഉണ്ടാവാതെ തന്നെ ചെയ്യണം. കാര്യം അല്ലാത്ത പക്ഷം കൂടുതൽ വിവാദം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വിവാദങ്ങളുടെ മുകളിലാണ് ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ പാളികൾ എന്നുള്ളതും. അതിന് വിവാദത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ, അതിൻ്റെ ഒരു സമയ ദൈർഘ്യത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് എന്ന് മാത്രമേ നമുക്ക് അനുമാനിക്കേണ്ടതുള്ളൂ. അവസാന ഘട്ടത്തിലേക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ മുകളിൽ സ്വർണ്ണ പാളികൾ സ്ഥാപിക്കുന്ന ആ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവസാന ഘട്ടത്തിൽ ഏതാണ്ട് ഏകദേശം 90% പ്രക്രിയകൾ പൂർത്തിയായിരിക്കുന്നു. അത് കൃത്യമായി ഉറപ്പിക്കുന്ന നടപടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനു വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അനുവിനെ ഏൽപ്പിക്കണം, അനുവിനെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണ്. ദിവസം മുഴുവൻ സമയവും അവിടെ ഉണ്ട്. കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്ക് വിധേയനായ വ്യക്തിയാണ് പ്രശാന്ത്. അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. അവിടെ ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ച് അദ്ദേഹം നിൽക്കുകയാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഒരു വലിയ ഒരു എങ്ങനെ ഏതു വിധേനയും വളരെ ഭംഗിയായി ആ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നിൽക്കുകയാണ്. അത് അവസാന ഘട്ടത്തിലേക്ക് എല്ലാവർക്കും ഒരു കണ്ണിൽ എങ്ങനെയായിരിക്കും ഇത് പൂർത്തിയാവുക എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ തന്നെയുണ്ട്. ഓരോ ആൾക്കാരുടെയും കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ആണെങ്കിലും മറ്റ് അംഗങ്ങളുടെ ആണെങ്കിലും ജീവനക്കാരുടെ ആണെങ്കിലും പ്രത്യേകിച്ച് അനുവിൻ്റെ കണ്ണുകളിലാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ആ ജോലികൾ അതിഭംഗിയായി പൂർത്തിയാക്കണം. അങ്ങനെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ആകാംക്ഷ കണ്ണുകളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്.